നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സന്തോഷിച്ചതുപോലെ നമ്മളെ കല്യാണം ഇന്ന് കഴിഞ്ഞ്. ഇതാണ് എൻ്റെ വീട്. ഇന്ന് മുതൽ നമ്മൾ രണ്ട് ഇവിടെയാണ് താമസിക്കാൻ പോണത്. എന്തെങ്കിലും ഒരു മറുപടി പറയടി അണയ്ക്കാതെ. നീ കേട്ടാ, ഞാൻ ഈ ശ്വാസം ഒന്ന് വിട്ടോട്ടെ. നീ ശ്വാസം വരുന്ന ഗ്യാപ്പിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടാ. അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ ഒരു പൊട്ടക്കിണർ, ഇങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ പണ്ട് കക്കൂസിന് കുഴിയെടുത്തൊരു കുഴിയുണ്ട്, അത് ഇതുവരെ മൂടിയിട്ടില്ല. ബാക്കിലോട്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ മതിലിന്റെ പുറത്ത് ഇങ്ങനെ കുപ്പിയോട് ഇങ്ങനെ വെച്ചിട്ടുള്ള മതിൽ കണ്ടിട്ടില്ലേ, ആ മതിലാണ്. അതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? നമ്മൾ കല്യാണം കഴിഞ്ഞത് ചേട്ടൻ അറിഞ്ഞില്ലല്ലോ. ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് റൂട്ടിലാണ് നമ്മളെ ഓട്ടിക്കണേന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒരു മുൻകരുതൽ നിന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അല്ല, എനിക്ക് മനസ്സിലായില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യുദ്ധക്കളമാണ്. എന്നിട്ട് ഇവിടെ ചോരയൊന്നും കാണാനില്ലല്ലോ. ചേട്ടൻ ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ ചോരപ്പുഴ ഒഴുകും. നിനക്ക് അറിഞ്ഞൂടാ ചേട്ടനെ? അയ്യോ, അപ്പൊ അത്രയ്ക്ക് പ്രശ്നമാണോ ചേട്ടൻ? എന്തോന്ന് പ്രശ്നം? സിമ്പിൾ കേസല്ലേ. ചേട്ടന്റെ വീക്ക്നെസ് കയറി അങ്ങ് പിടിച്ചാ മതി. എടി സെന്റി അടിച്ച ചേട്ടൻ വീഴുമെന്ന്. തെന്നി കഴിഞ്ഞ ആരായാലും വീഴും. ആരായാലും വീഴും. ഞാൻ അതല്ല പറഞ്ഞത്. ഇടി എനിക്ക് ആകെ ഉള്ളത് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ, എനിക്ക് ചേട്ടൻ മാത്രമല്ല. ഞാൻ ചേട്ടനെ കാണുന്നത് അച്ഛന്റെ സ്ഥാനത്താണ്, അറിയാമോ? അപ്പൊ ചേട്ടന്റെ സ്ഥാനത്ത് ആര് നിൽക്കും? ചേട്ടന്റെ സ്ഥാനത്ത് നിന്റെ പറഞ്ഞാ കൂടി പോകും. അതല്ലേ പറഞ്ഞത്. ഞാൻ ഇന്നത്തെ ദിവസമായോണ്ട് എന്റെ പൊന്നുപ്രിയ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ നിലവിളക്ക് എടുത്തോണ്ട് കയറ്റാൻ ഇവിടെ ആരും ഇല്ലല്ലേ? ചേട്ടൻ ഇങ്ങോട്ട് വരട്ട്. നിലവിളക്കാണാ കമ്പിപ്പാരാണോ കയറ്റണേന്ന് വന്നതിന് ശേഷം പറഞ്ഞു. അയ്യോ, എന്നെ പേടിപ്പിക്കല്ലേ ചേട്ടാ. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥിച്ചോ. പ്രാർത്ഥന നല്ലതാണ്. ഈശ്വര, ഗോപേട്ടൻ ഒരാപത്തും വരുത്തല്ലേ. ഗോപേട്ടൻ എന്റെ മാത്രം ആക്കണേ. അഥവാ എന്റേതാക്കിയില്ലെങ്കിൽ നീ നിന്റേതാക്കണേ. അതെന്തോന്ന് വൃത്തിയോട്ടോ പ്രാർത്ഥന? പ്രാർത്ഥിച്ചതാ ചേട്ടാ. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. ഭയങ്കര ശക്തിയാണ്. നമ്മളൊരു ജീവിതം തുടങ്ങാൻ പോയി. ഇനി മുതല് നമ്മളെ ഇടയിൽ ഒരു രഹസ്യവും ഇല്ല. എന്നാലേ ചേട്ടന്റെ ഫോണിന്റെ പാസ്വേഡ് ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ ജീവിതം തുടങ്ങാൻ പോണെന്നാണ് പറഞ്ഞത്, അല്ലാതെ ജീവിതം തുലയ്ക്കാൻ പോണെന്ന് പറഞ്ഞില്ല. ചേട്ടാ, നമ്മൾ എന്തായാലും കല്യാണം കഴിഞ്ഞു. എന്ത് പ്രതിസന്ധി വന്നാലും ചേട്ടന്റെ കൈ വിടരുത്. നീ എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്? എന്നെ അങ്ങനെയാണോ കണ്ടേക്കണത്? നീ എന്റെ കണ്ണാപ്പി അല്ലേടാ? കണ്ണാപ്പേ? അയ്യോ, കണ്ണാപ്പി അല്ല, കണ്ണാപ്പി. അതാ അപ്പൊ മീഡിയയിലൊക്കെ ട്രെൻഡ്. ഞാൻ ഇപ്പൊ കണ്ണാപ്പി ആയിപ്പോയേനെ. വാ ചേട്ടാ, നമുക്ക് പോവാം. അയ്യോ, ഇപ്പൊ പിടിക്കണ്ട. എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോ പിടിച്ചാ മതി. ആര് പറഞ്ഞു പ്രതിസന്ധി വരണില്ലെന്ന്? പ്രതിസന്ധിയുടെ സംസ്ഥാന പ്രസിഡന്റ് ദാ വരണം. എന്നാ ചേട്ടന്റെ അടുത്ത് അനുഗ്രഹം മേടിക്കാം. ചേട്ടാ, അനുഗ്രഹം മേടിക്കണ? എടി, നീ എവിടെങ്കിലും പോയി കുളി. അയ്യോ, ഞാൻ എവിടെ പോയി കുളിക്കാനാ? ചേട്ടന്റെ കൈ കൊണ്ട് തീർന്നതിന് മുമ്പ് എവിടെങ്കിലും ഇറങ്ങി പോകണമില്ലേ? ഞാൻ അവിടെ പോവാ. ഇങ്ങോട്ട് പോ. നീയപ്പം വന്ന്? നെയ്യപ്പം വന്നോ? അതെ, നെയ്യപ്പം വന്നു. എന്നാ പിടിച്ചോ. അപ്പക്കുതിയൻ. ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ടായിരുന്നു. എനിക്കും ചേട്ടന്റെ അടുത്തൊരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. നിനക്ക് സന്തോഷ വർത്തമാനം പറയാനുണ്ടെങ്കിൽ നീ നെയ്യപ്പം മേടിച്ചോണ്ട് വരണമായിരുന്നു. ഇത് ഞാൻ നെയ്യപ്പം മേടിച്ചോണ്ട് വന്നാണ്. അപ്പൊ എനിക്ക് സന്തോഷം പറയാനുള്ളതാണ് ഈ നെയ്യപ്പം. ഇങ്ങനെയൊക്കെ പറയണത്? അങ്ങനെയാണെങ്കിൽ സന്തോഷ വർത്തമാനം പറ, കേക്കട്ട്. ഞാനൊരു പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. ചേട്ടന് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് കുട്ടിക്കാലത്തായിരുന്നു നമ്മള്. അതല്ലെന്ന്, നമ്മള് പണ്ട് കൊച്ചിയിലെ. എടാ, കൊച്ചിയിലല്ല, നമ്മൾ ഇവിടെ മണിയിടില്. അതല്ല പറഞ്ഞത്. നമ്മള് പണ്ട് കുഞ്ഞുനാളില് മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോ നീ ഫസ്റ്റ്, നമ്മൾ സാറ്റ് കളിക്കുമ്പോ നീ ഫസ്റ്റ്, നമ്മൾ കൊന്നിത്തൊട്ട് കളിക്കുമ്പോ നീ ഫസ്റ്റ്, ഞാനൊരു കല്യാണം കഴിച്ച നീ ഫസ്റ്റ്. സമ്മതിച്ചല്ല, ഞാൻ കെട്ടി, അത്ര തന്നെ. അപ്പൊ ഞാൻ വലിച്ച്. നീ എവിടുന്ന് കെട്ടിയെന്നാ പറഞ്ഞ? ആരെ കെട്ടിയെന്നാ പറഞ്ഞത്? മോളവിടെ ചേട്ടാ, ഇത് പ്രിയ. എന്താ വാങ്ങിച്ചപ്പോ കിട്ടിയതാ? പ്രിയാന്ന് പറഞ്ഞു. അയ്യോ, പ്രിയാന്നല്ല പറഞ്ഞത്. ഇത് പ്രിയ, ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്ന പെണ്ണ്. വെളിച്ചെണ്ണ ഇറക്കി കൊണ്ടുവന്ന പെണ്ണോ? വെളിച്ചെണ്ണ ഇറക്കി കൊണ്ടുവന്ന പെണ്ണല്ല, ഞാൻ വിളിച്ച് ഇറക്കി കൊണ്ടുവന്ന പെണ്ണ് പ്രിയ, എന്റെ ജീവിത സഖി. ചേട്ടൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. കാലി പിടി നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ കാലാണ് പിടിക്കാനുള്ളത്. എന്റെയാണോ? അടേ, ഇത് എവിടുന്ന് വിളിച്ചിറക്കൊണ്ടെന്ന് പറഞ്ഞത്? വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി. എവിടുന്ന്? വീട്ടിൽ നിന്ന്. എടി, എവനെ നിനക്കറിയാവോ? അയ്യോ, ചേട്ടന്റെ അനിയനല്ലേ, എനിക്കറിയാം. എടി, അതല്ല ഞാൻ ചോദിച്ചത്. ഇന്നലെ വരെ എവന്റെ നിക്കറ് ഞാനാ കഴുകി കൊടുത്തോണ്ടിരുന്നത്. അതിനെന്ത് നാളെ തൊട്ട് വീണ്ടും കഴിക്കോ? ഒരാളുടെ എണ്ണം കൂടെ കൂടി അത്ര തന്നെയല്ലേ? അയ്യോ, ചേട്ടാ എന്തോ പിണങ്ങി പോണു. അല്ല, നിന്റെ കുഴികാല് വെട്ടാൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കുക. ചേട്ടാ, ഞാൻ കല്യാണം കഴിച്ച എന്തിനാണെന്ന് അറിയാമോ? അറിയാം. നാസയെന്ന് ബഹിരാകാശത്തിനകത്ത് കയറി ബഹിരാകാശത്ത് പോകാൻ വേണ്ടിയല്ലേ നീ വിളിച്ചത്? അല്ലെന്ന് നിനക്കറിയാം. അപ്പൊ പിന്നെ അല്ലെന്നറിയാം. എടി, ഇവൻ പണിക്ക്
തിങ്കളാഴ്ച അവൻ പണിക്ക് പോകത്തില്ല, അറിയാവോ? അതെന്താ ചേട്ടാ തിങ്കളാഴ്ച പണിക്ക് പോവാത്തെ? ഞായറാഴ്ച അവധിയല്ലേ, അപ്പൊ അതിന്റെ ഹാങ് ഓവർ കാരണം തിങ്കളാഴ്ച നമുക്ക് പണിക്ക് പോകാൻ പറ്റുമോ? അപ്പൊ ബാക്കി എല്ലാ ദിവസവും റെസ്റ്റ്. എല്ലാ ദിവസവും എവന്റെ കൂടെ ഇറങ്ങി തിരിക്കുന്ന എടി നിന്റെ കിഡ്നി വരെ അവൻ അടിച്ചോണ്ട് പോകും. ഞാൻ തന്നെ ഇവിടെ കിടക്കുമ്പോ ഇങ്ങനെ കുത്തിപ്പിടിച്ചാ കിടക്കുന്നത്. അങ്ങനെയുള്ള എന്ത് വിശ്വാസത്തിന്റെ പുറത്താടി നീ ഇറങ്ങി വന്നത്? ചേട്ടന്റെ സത്യസന്ധത വേണ്ട ഞാൻ അങ്ങോട്ട് പോകുന്നത്. എന്ത് സത്യസന്ധത? അതെ, ഞാൻ 5 വ്യത്യസ്ത അക്കൗണ്ടിന്ന് ചേട്ടനെ പ്രപ്പോസ് ചെയ്തിരുന്നേ. 5 ചേട്ടൻ ഓക്കെ പറഞ്ഞു. സത്യസന്ധത. ഞാൻ വിചാരിച്ച 5ന്റെ കുറവ് നിനക്കായിരിക്കും. കറക്റ്റാടാ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. കണ്ണാപ്പി ചേട്ടൻ പറഞ്ഞു നമ്മൾ ഓക്കെ. കല്യാണം കഴിച്ചിട്ട് നീ എങ്ങനെ ജീവിക്കൂടാ? ഞാൻ ബിസിനസ് ചെയ്ത് ജീവിക്കും. എന്ത് ബിസിനസ്? പന്നി വളർത്തല്. അതാ ഞാൻ ഈ വീട്ടിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇത്രയും നാള്. 100-200 കിലോ ആയി. എന്നിട്ട് ഞാൻ വിറ്റോ ഇവിടെ, എന്നിട്ട് ഞാൻ വിറ്റോ ഇതിനെ? ഇല്ല. ചേട്ടാ ഗോപേട്ടൻ അങ്ങനെ കളിയാക്കല്ലേ. ചേട്ടൻ എന്താ കല്യാണം കഴിക്കാഞ്ഞ്? തീപ്പെട്ടി ഇരിപ്പുണ്ടോ? പിന്നെ തീപ്പെട്ടി ഉണ്ട്. ഒരു കൊള്ളി എടുത്തേ, അതിന് മരുന്ന് ഒടിച്ചോങ്കളാ. ഞാനും അത് ആലോചിക്കുന്നത്, ഞാൻ എന്താ പെണ്ണ് കെട്ടാത്തത്? അയ്യോ ചേട്ടൻ വിഷമിക്കണ്ട, കുമ്പളങ്ങിയിൽ ഒരു പെണ്ണുണ്ട്. കുമ്പളങ്ങിയിൽ പെണ്ണല്ലല്ലോ, കുമ്പളങ്ങി കുരുവല്ലേ? ഓ എന്റെ ദൈവമേ, വാ ചേട്ടാ നമുക്ക് മുഹൂർത്തത്തിന് മുമ്പ് അങ്ങ് കേറാം. തമ്പുരാട്ടും തമ്പുരാട്ടിക്ക് എന്താണ് ഉദ്ദേശം? എന്തോന്ന് ഉദ്ദേശം? ഞങ്ങൾ എന്തായാലും കല്യാണം കഴിച്ചു, ഇനിയിപ്പോ വീട്ടിൽ കയറി താമസിക്കണം, അത്ര തന്നെ. ഏത് വീട്ടിൽ കയറി പോയി താമസിക്കാൻ? വീട്ടില്. ഇത് ജപ്തി, ഞാൻ ജപ്തി നടത്തി എടുത്തതാണ്. ഒഴിച്ചെടുത്ത എന്റെ സ്വന്തം വീട്, ഞാൻ അധ്വാനിച്ച പൈസ. ഇതിനകത്ത് കയറി താമസിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ അലവലാതി പെണ്ണും വിളിച്ചിട്ട് ഇറങ്ങണം, നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. കഞ്ഞിക്കുഴി പാലത്തിനടിയിൽ സർലയുടെ മോള്. ചേട്ടൻ എങ്ങനെ മനസ്സിലായി? ഇങ്ങനൊരു ആട്ട് ഞാൻ വേറെ എങ്ങും കേട്ടിട്ടേ ഇല്ല. അതെ, ഞാൻ സരളയുടെ മോള് തന്നെയാ. സരളയുടെ മോളെ ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ ഞാൻ ഇവിടെ കയറി താമസിക്കും. താനിക്ക് ഇഷ്ടമല്ലെങ്കിൽ താൻ ഇറങ്ങി പോടോ. നല്ല ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ? നീ ആരെ മുഖത്ത് നോക്കിയിട്ട് സംസാരിച്ചങ്ങനെ? എന്റെ ചേട്ടനാണ് അറിയാതെ, എന്റെ ചേട്ടൻ പാവല്ലേടി. അങ്ങേര് ഇവിടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് ചാവൂലേ? അങ്ങേര് പട്ടിണി കിടന്ന് ചത്താ നമുക്കെന്താ? അങ്ങേര് പട്ടിണി കിടന്ന് ചാവൂന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങേര് പോയി കഴിഞ്ഞാൽ നമ്മള് പട്ടിണി കിടന്ന് ചാവും. വേറെ 5ന്റെ നിവൃത്തിയില്ല ഇവിടെ. നാണുണ്ടോ ഗോപുട്ടാ നിങ്ങൾക്ക്? ഒരു 10ന്റെ പൈസ സമ്പാദിച്ചൂടെ? ഞാൻ സമ്പാദിക്കുന്നുണ്ടല്ലോ. എവിടുന്ന്? എടി ചേട്ടൻ ഡെയിലി പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി ഒരു 100 രൂപ എന്റെ കയ്യിലോട്ട് വെച്ച് തരും. അതിൽ നിന്ന് 10 രൂപ ഞാൻ മിച്ചം പിടിച്ച് സമ്പാദിക്കുന്നില്ലേ? അത് പോരാളിയാ ജീവിക്കാൻ. ചേട്ടാ ചേട്ടാ പോലേട്ടാ, അവളെ വായിന്ന് അറിയാതെ അവള് ഒന്നാമതൊരു പൊട്ടിയാണ്. ചേട്ടാ ഇറങ്ങി പോവല്ലേ. ഞാൻ എന്തിനാ പോകുന്നത്? യവനാകെ ഉള്ളത് ഈ ഒരു മുറി തലയണയും മുറി പായും ഉള്ളത്. ഇത് ഞാൻ എന്താ എടുത്തോണ്ട് പോകുന്നത്? എടുത്തോണ്ട് ഇറങ്ങി പോടാ. ഈ അലവലാതി പെണ്ണെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങി പോയില്ലെങ്കിൽ നിന്റെ മുട്ടുകാലിപ്പോ ഞാൻ തല്ലി. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലേ നിങ്ങളെ പോലുള്ള അവകാശം നിങ്ങളുടെ അനിയനുണ്ട്. നിങ്ങളുടെ അനിയന് അവകാശം ഉണ്ടെങ്കിൽ എനിക്കുണ്ട്. എന്തോ ചോദിക്കാം? നിങ്ങൾ എന്തോ പഴമൊഴുകി നിൽക്കുക. ചോദിക്കും മനുഷ്യ അവകാശം. തന്നല്ലോ ചേട്ടാ അവകാശം. എന്തോന്ന്? ഈ പായൽ ചുരുട്ടി പിടിക്കണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചാട്ടി ചോദിക്കാം അങ്ങോട്ട്. അവകാശം തന്നെ. അവകാശം അവകാശം എന്റെ ഇവിടെ. നിനക്ക് എന്തോ രണ്ടിലൊന്നും അറിയണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഇത് 2, ഇതൊന്ന്. ഇതിലേതാ അറിയേണ്ടത്? 2. ബക്കറ്റും വെള്ളം വെളിയിലുണ്ട്. പൊക്കോ പോണ മണകുളാൻ ചേട്ടാ, ഇങ്ങോട്ട് വരാൻ. അവകാശം ചോദിക്കും മനുഷ്യ, നിങ്ങൾ ചോദിച്ചെടുക്ക്. അവകാശം ഇവിടെ ഒരു അവകാശവും ഇല്ല. ഇവിടെ ആകെ ഞാൻ ജപ്തി ചെയ്തെടുത്ത ഈ വീടാണ്. ഇതിനകത്ത് ഒരു മുറിയേ ഉള്ളു. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ അനിയനൊക്കെ ആയിരിക്കും, ഇപ്പൊ എന്റെ ഭർത്താവാ ഇത്. അതുകൊണ്ട് അങ്ങോട്ട് ആകെ ഇവിടെ ഒറ്റ കട്ടിലേ ഉള്ളു. മതി, ആ കട്ടിലെ ഞങ്ങൾ കിടന്നോളാം. താൻ ഇറങ്ങി മതി. ആ കട്ടിലിൽ എന്റെ കട്ടില, ആ കട്ടിലെ ഞാൻ കിടക്കും. ആ കട്ടില് നീ കിടക്കത്തില്ല, നീ കിടക്കത്തില്ല, ഞാൻ കിടക്കും. കിടക്കും. എന്നാ പിന്നെ ഒന്ന് കാണാം. അയ്യോ ആദ്യ രാത്രി നടക്കുമെന്ന് തോന്നില്ലടി. കട്ടിലൊടിഞ്ഞോണ്ടാണോ? കട്ടിലൊടിഞ്ഞോന്റെ കൂട്ടത്തില് എന്റെ നട്ടയരുവിന്റെ കശേരികളും കൂടെ ഒരിഞ്ഞു. നമുക്ക് വേറെ മേടിക്കാം. എങ്ങനെങ്കിലും അത് കളിച്ചൊപ്പിക്കാന്ന് വിചാരിച്ചപ്പോ അവള് പിന്നെയും കൊണ്ട് കേറുക. എവിടെങ്കിലും പോയി ജീവിച്ചോളാം ചേട്ടാ. അവളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചോളാം ചേട്ടാ. ഒളിഞ്ഞു വന്നേ, പുറത്തു വാ. എടാ സത്യത്തില് നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല, ഞാനിതൊക്കെ അറിഞ്ഞ്. നിങ്ങൾ കല്യാണം കഴിച്ച ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ്. എന്നാ യവൻ പണിക്ക് പോകട്ടെന്ന് കരുതിയിട്ട് നിന്നോട് ഞാൻ ഇങ്ങനെ ചൂടായെന്നേ ഉള്ളു. കുഴപ്പമില്ല, ഞാൻ ആരാ
രാജുവിനോട് വിളിച്ച് പറഞ്ഞ് ഒരു വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു 6 മാസത്തേക്ക് നിങ്ങൾ അവിടെ പോയി താമസിക്കണം മക്കളെ കേട്ടാ. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഒരു മുറിയൊക്കെ കെട്ടി കട്ടിലൊക്കെ 2 വാങ്ങിച്ചിട്ട് സ്വസ്ഥമായിട്ട് വാ കേട്ടാ. ധൈര്യമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. ആ അതിന് ശരി 5 രൂപ ഉണ്ട്. 5 രൂപ? എടാ 5000 രൂപ. 5000 രൂപ വേണ്ട മക്കളെ, നിന്റെ ഇരിക്കട്ടെ. പിന്നെ അവിടെ പോയി താമസിക്കാനുള്ള അവനെ പണിക്ക് വിടണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും നാടകങ്ങളായി കളിച്ചത്. വിളിച്ചോണ്ടു ചെല്ല്. ചേട്ടാ സോറി. സാരമില്ല മക്കളെ, ഇങ്ങനൊക്കെ വരുമെന്ന് എനിക്കറിയാം. ചേട്ടാ ചേട്ടനും കൂടെ വാ ചേട്ടാ ഞങ്ങളോട്. അറിയാതടാ, അമ്മയും അച്ഛനും ഇല്ലാതെ വളർത്തി. സാരമില്ല, വിളിച്ചോണ്ട് പോ മക്കളെ. പോവാൻ തോന്നില്ല ചേട്ടാ. പോയിട്ട് വാ. പോവാൻ തോന്നുന്നു. നമുക്ക് വേറൊരു മുറിയാകുമ്പോ വരാലോ. ചേട്ടാ ചേട്ടാ എന്നെ പറഞ്ഞ ചേട്ടനെ വിട്ട് എനിക്ക് പോവാൻ തോന്നുന്നു. അറിയാതെ ഇത്ര പോത്ത് പോലെ വളർത്തി കരയരുതടാ. ചേട്ടനും കൂടെ വാ. നീ എന്നെ കൂടെ കരയരുത് മോളെ. വിളിച്ചോണ്ട് പോ. സാരമില്ല, വരുവോ? വരാം. സാരമില്ലെന്ന്. എന്റെ ചേട്ടൻ ചേട്ടാ ചേട്ടനെ വിട്ട് പോകാൻ തോന്നില്ല ചേട്ടാ. കരയില്ല, വിളിച്ചോണ്ട് പോ മോളെ. ചേട്ടൻ വരുമോ നമ്മളെ കാണാൻ? വരാം. കരയല്ലേ ഉമ്മ വന്നപ്പോ കരഞ്ഞു പോയി. സാരമില്ല സാരമില്ല. ചേട്ടാ ചേട്ടാ നിങ്ങളുടെ ചേട്ടന് പ്രാന്താ, ഓടിക്കോ. പിന്നല്ലാതെ കാശും കൊടുത്തു പോയി താമസിക്കാൻ പറഞ്ഞിട്ട് പിന്നെ മലിഞ്ഞ് കയറിക്കൊണ്ട് വരുവാ. കരഞ്ഞു കരഞ്ഞ് മനുഷ്യന്റെ കണ്ണീര് മൊത്തം മാറ്റി. ഡോക്ടർ പറഞ്ഞ ശരീരത്തിൽ ജലാംശം ഇല്ലെന്ന്. പിന്നെ നിന്നും മെഴു. ചേട്ടാ ഒരു 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ വരട്ടാ. അതെ, മറ്റേ ചെരുപ്പും കൂടെ ഊരി എറിഞ്ഞാൽ സൗകര്യമായിരുന്നു.